അപ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ്റെ പുതിയൊരു ലെവലിലേക്ക് പോവാണ്. നമുക്കൊന്ന് ജസ്റ്റ് അറിയാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് dy ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ ഇത്രയും കാലം പ്ലസ് ടുവിലൊക്കെ പഠിച്ച സമയത്ത് ഇത്രയും കാലം നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പം ഇങ്ങനെയാണ് എഴുതിയത്. എന്നാൽ ഇതിന് കുറച്ചും കൂടി ഒരു ലെവൽ ചേഞ്ച് വരികയാണ്. dy ബൈ ഡി എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? y1 എഴുതാം. f1 അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സിന് നമുക്ക് എന്താ എഴുതാം? f1 എഴുതാം. ഡെറിവേറ്റീവ് ഇതിന്റെ മീനിങ് എന്താ? y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 is dy ബൈ dx. അപ്പൊ y1 dy ബൈ dx ആണെങ്കിൽ y2 എന്തായിരിക്കും? y1 dy ബൈ dx ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഇറ്റ് ഈസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. y2 എന്ന് പറയുന്നത് d സ്ക്വയർ y ബൈ dx സ്ക്വയർ ആണ്. എന്താ? ഇറ്റ് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അഗെയിൻ അപ്പൊ y3 എന്തായിരിക്കും? y3 എന്ന് പറയുന്നത് d ക്യൂബ് y ബൈ dx ക്യൂബ് ആണ്. ദാറ്റ് ഈസ് തേർഡ് ഡെറിവേറ്റീവ്. അപ്പൊ ഡെറിവേറ്റീവ്സ് ഇങ്ങനെ പോയിക്കൊണ്ടേക്ക് ഇങ്ങനെ സക്സസീവ് ആയിട്ട് ഓരോ നമുക്ക് ഡെറിവേറ്റീവ്സ് ചില ഫംഗ്ഷൻസിനെ അതങ്ങനെ സീറോ ആവാതെ കോൺസ്റ്റന്റ് വരാതെ അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ y1 y2 y1 എന്ന് പറയുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ്, y2 എന്ന് പറയുന്ന സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സെട്ര നമുക്ക് nth ഡെറിവേറ്റീവ് വരെ പോവാം. nth ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അപ്പൊ എങ്ങനെയായിരിക്കും എഴുതാം? yn ആണ് nth ഡെറിവേറ്റീവ്. yn ഈക്വൽ ടു എന്താ? yn is dny by dx raised to n. ഇതെന്താ? nth ഡെറിവേറ്റീവ് ആണ്. ദിസ് ഈസ് nth ഡെറിവേറ്റീവ്. അപ്പൊ നമ്മള് dy ബൈ dx എഴുതുന്നതിന് പകരം y1 എഴുതാം. d സ്ക്വയർ y ബൈ dx സ്ക്വയർ എഴുതുന്നതിന് പകരം y2 എഴുതാം. എക്സെട്ര y3 എന്ന് പറഞ്ഞാൽ d ക്യൂബ് y ബൈ dx ക്യൂബ്. അങ്ങനെ നമ്മൾ nth ഡെറിവേറ്റീവിന് എങ്ങനെ എഴുതാം? dny ബൈ dx raised to n. അതേപോലെ ഇപ്പുറത്തെ സൈഡിലുള്ള എഫ് ഓഫ് എക്സിനെ നമുക്ക് എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. ഇനി അഗെയിൻ f1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഡെറിവേറ്റീവ്, f2 സെക്കൻഡ് ഡെറിവേറ്റീവ്, f3 തേർഡ് ഡെറിവേറ്റീവ് എക്സെട്ര fn വരെ എഴുതാം. ഇതിന് വേറൊരു മെത്തേഡിലും കൂടെ നമ്മൾ എഴുതുന്നുണ്ട്. dy ബൈ dx is equal to f dash x എന്ന് എഴുതുന്നുണ്ട്. f dash x എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. സോ f dash x എന്ന് പറഞ്ഞാല് it is ഫസ്റ്റ് ഡെറിവേറ്റീവ്. അങ്ങനെയാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് എന്ത് എഴുതാം? f ഡബിൾ ഡാഷ് x എന്ന് എഴുതാം. f ഡബിൾ ഡാഷ് x is സെക്കൻഡ് ഡെറിവേറ്റീവ്. f ഡബിൾ ഡാഷ് x എന്താ? it is സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. f ട്രിപ്പിൾ ഡാഷ് x എന്ന് പറയുന്നത് തേർഡ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ എക്സെട്ര അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും nth ഡെറിവേറ്റീവ് എഴുതാം. fn ഓഫ് x എന്ന് പറയുന്നത് nth ഡെറിവേറ്റീവ് ആണ്. സോ നമ്മള് പ്ലസ് ടു പോലെയല്ല, പ്ലസ് ടുവിൽ മാക്സിമം നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ അതിന്റെ കുറച്ചുകൂടെ ഹയർ ഡെറിവേറ്റീവ്സിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു nth ഡെറിവേറ്റീവ്സിലേക്കുള്ള കൺവേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സക്സസീവ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ സക്സസീവ് ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ സക്സസീവ് ഡിഫറൻസിയേഷൻ എന്ന് പറയും. സോ നമ്മളെ സെക്ഷൻ എന്ന് പറയുന്നത്, നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് സക്സസീവ് ഡിഫറൻസിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ്സിനെ നമുക്ക് nth ഡെറിവേറ്റീവ്സ് വരെ കാണാൻ പറ്റിയ ഫംഗ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഇതൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോവാം. ആദ്യം നമ്മൾ ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ്, ഫോർത്ത് ഡെറിവേറ്റീവ് ലെവലിലുള്ള പ്രോബ്ലംസ് ഫസ്റ്റ് നമ്മൾ ചെയ്യും. ത്രൂ നമ്മൾ അതിൽ നിന്ന് എവിടെ എത്തും? nth ഡെറിവേറ്റീവിലേക്ക് എത്തും. ഓക്കെ, ഇപ്പോൾ ഒരു പ്രോബ്ലം ഞാൻ എഴുതിയിട്ടുണ്ട് ബോർഡിൽ. ഈ ടൈപ്പിലെ പ്രോബ്ലംസ് നിങ്ങൾ പ്ലസ് ടുവിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് y ഈക്വൽ ടു e റേസ്ഡ് ടു ax sin bx പ്രൂവ് ദാറ്റ്. അപ്പൊ ഇനി നമ്മൾ d സ്ക്വയർ y ബൈ dx സ്ക്വയറും dy ബൈ dx ഒന്നും ഇനി നമ്മൾ എഴുതൂല, പകരം y2 y1 ഒക്കെ ആയിരിക്കും എഴുതാം. സോ പ്രൂവ് ദാറ്റ് y2 മൈനസ് 2ay1 പ്ലസ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഇൻറ്റു y ഈക്വൽ ടു 0. നോക്കാം നമുക്ക് എങ്ങനെയാ ചെയ്യാന്നുള്ളത്. സോ പ്രൂവ് ദാറ്റ് ആണ്. So, answer start with proof.
സോ പ്രൂഫ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. മാത്സിലെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് റിപ്പീറ്റിംഗ് ഓർ റീറൈറ്റിംഗ് ദ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് റീറൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മാത്സിലെ ഓൾമോസ്റ്റ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ y ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ്. നമുക്ക് ഈ ഒരു പ്രൂഫാണ് വേണ്ടത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് both side with respect to x. Differentiate both side with respect to x. Okay, y നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? y1 അല്ലെങ്കിൽ dy by dx. ഇനി ഇവിടെ നോക്കിക്കോ, ഇവിടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും എന്നാൽ ഒന്നേതാ? ഒന്ന് നമ്മള് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഒരെണ്ണത്തിന് യുവും ഒരെണ്ണത്തിന് വിയും ആയിട്ട് നമ്മൾ എടുക്കണം. പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് യു വി ഡാഷ് ആണ്. യു വി ഡാഷ് ഈക്വൽ ടു യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ അത് അപ്ലൈ ചെയ്യാം. യു എന്താ? യു ഇസ് ഇ റേസ് ടു എ എക്സ് ഇൻറ്റു വി ഡാഷ്. വി ഡാഷ് എന്ന് പറയുന്നത് സൈൻ ബി എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇനി അഗെയിൻ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ പറഞ്ഞിരുന്നു. സൈൻ ബി എക്സിന്റെ ഒന്നുകൂടെ ഞാൻ ഇവിടെ എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ബി എക്സ്. എന്താ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ബി എക്സ്? ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ട്രിഗ്നോമെട്രിയിലെ ഏതാ? ആംഗിൾസിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആംഗിൾസ് ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ആംഗിൾ ഉള്ളത് ബി എക്സ് ആണ്. വെറും എക്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതായിരുന്നു? കോസ് എക്സ് എന്ന് എഴുതായിരുന്നു. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ബി എക്സ്. അപ്പൊ വെറും എക്സ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോസ് എക്സ് എന്ന് എഴുതായിരുന്നു. പക്ഷെ ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവിടെ കോസ് ബി എക്സ് ആണുള്ളത്. കോസ് ബി എക്സ് ആണുള്ളത്. അതുകൊണ്ട് നമുക്കത് എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കോസ് എക്സ് എന്ന് മാത്രം എഴുതാൻ വേണ്ടി പറ്റില്ല, കോസ് ബി എക്സ് എന്ന് എഴുതണം. അതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഉള്ളിൽ അടുത്ത ഫംഗ്ഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ അഗെയിൻ എന്ത് എഴുതണം? into d by dx of bx. Okay, അപ്പൊ എന്താ വന്നത്? d by dx of sin bx equal to cos bx into d by dx of bx. That is cos bx into bx ന്റെ ഡെറിവേറ്റീവ് എന്താ? bx ന്റെ ഡെറിവേറ്റീവ് b ആണ്. സോ into b. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചില ആൾക്കാർ എന്ത് ചെയ്യും? ഈ ബിനെ വേഗം ഈ ആംഗിളിന്റെ ബി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് ചെയ്യരുത്. നമുക്ക് ബി എന്ന് പറയുന്ന അവിടെ എത്തുമ്പോഴേക്കും ഒരു കോൺസ്റ്റന്റ് ആയി മാറി. സോ ബി ഇൻറ്റു കോസ് ബി എക്സ്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ബി എക്സ് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ബി എക്സ് ഇസ് ബി ഇൻറ്റു കോസ് ബി എക്സ് ആണ്. സോ ഇവിടെ എന്ത് വരും? ഇ റേസ് ടു എ എക്സ് ഇൻറ്റു ബി ഇൻറ്റു കോസ് ബി എക്സ് പ്ലസ് വി ഇൻറ്റു വി എന്ന് പറയുന്നത് സൈൻ ബി എക്സ് ആണ്. സൈൻ ബി എക്സ് ഇൻറ്റു യു ഡാഷ്. യു എന്തായിരുന്നു? യു എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എ എക്സ് ആണ്. ഇനി നോക്കുക, ഇ റേസ് ടു എക്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇ റേസ് ടു എക്സ് എന്ന് എഴുതായിരുന്നു. പക്ഷെ ഇവിടെ ഇ റേസ് ടു എ എക്സ് ആണുള്ളത്. അഗെയിൻ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. സോ എന്ത് ചെയ്യണം? ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് ചെയ്യണം. എ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? എ ആണ്. സോ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു എ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എ എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു എ എക്സ്. ഇതാണ് അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എ എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം ഇവിടെ? എ ഇൻറ്റു ഇ റേസ് ടു എ എക്സ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തായിട്ടത്? നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് യു വി ഡാഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു ബി കോസ് ബി എക്സ് പ്ലസ് സൈൻ ബി എക്സ് ഇൻറ്റു എ ഇൻറ്റു ഇ റേസ് ടു എ എക്സ്. നമ്മൾ ഇതിന് എന്ത് ചെയ്യാം? ഒന്നും കൂടെ നമ്മൾ മാറ്റി എഴുതാം. മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് ഓർഡർ ചെയ്ത് എഴുതാം. സോ എന്ത് വരും? ബി ഇൻറ്റു ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് പ്ലസ് എ ഇൻറ്റു ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ്.
ഓക്കെ, ഇവിടുത്തെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമ്മൾ പ്രൂഫിൽ നോക്കുക, പ്രൂഫിൽ ഏത് ഡെറിവേറ്റീവ് വരെ മാക്സിമം ഉണ്ട് നോക്കുക. അപ്പൊ പ്രൂഫിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും y1 മാത്രമല്ല ഇപ്പുറത്ത് എന്തും കൂടെ ഉണ്ട്, y2 കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പൊ എന്താ എഴുതാം? അഗെയിൻ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഒന്നുകൂടെ നമ്മൾ എക്സ് കൊണ്ട് രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. y1 എന്ന് പറയുന്നത് dy/dx ആയിരുന്നു. അതിനൊന്നുകൂടെ ഡെറിവേറ്റീവ് ചെയ്താൽ എന്താ വരിക? d²y/dx² വരും. എന്നാൽ നമുക്ക് d²y/dx² ഇവിടെ എഴുതാനോ? അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇതിന് പകരം എന്താ എഴുതാം? y2 എന്ന് എഴുതാം. സോ y2 ഈക്വൽ ടു, അഗെയിൻ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്താ ഇതുണ്ടോ? b ഇൻറ്റു ഇ റേസ് ടു എക്സ് കോസ് ബി എക്സ്, അഗെയിൻ a ഇൻറ്റു ഇ റേസ് ടു എക്സ് സൈൻ ബി എക്സ്. അപ്പൊ രണ്ട് സ്ഥലത്ത് നമ്മൾ യു വി പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടുത്തെ കോൺസ്റ്റന്റിനെ നമ്മൾ എടുക്കണ്ട, ഇ റേസ് ടു എക്സിനെ മാത്രം എടുക്കാം. യു വി ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ അഗെയിൻ ഏത് അപ്ലൈ ചെയ്യാം? യു വി ഡാഷ്. അപ്പൊ ഇനി റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് തന്നെ നമ്മൾ ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇവിടെ എന്ത് വരും? ബി ഇൻറ്റു, ബീനെ വേണമെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കോമൺ ആയതുകൊണ്ട് ഔട്ട് സൈഡ് എടുക്കാം, എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാക്കി യു ഇൻറ്റു വി ഡാഷ് ഇ റേസ് ടു എ എക്സ് ഇൻറ്റു വി ഡാഷ് എന്ന് പറയുന്നത് കോസ് ബി എക്സ് എന്തായിരുന്നു? മൈനസ് സൈൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെയും വരും മൈനസ് സൈൻ ബി എക്സ് ഇൻറ്റു d/dx ഓഫ്, അത് ഞാൻ എഴുതുന്നില്ല, d/dx ഓഫ് ബി എക്സ് എന്താ? ബി ആണ്. ഇൻറ്റു d/dx ഓഫ് ബി എക്സ് എന്ന് പറയുന്നത് ബി ആണ്. പ്ലസ് ഇനി എന്താ? വി ഇൻറ്റു യു ഡാഷ്. അപ്പൊ കോസ് ബി എക്സ് ഇൻറ്റു യു ഡാഷ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിനെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇൻറ്റു എ. അപ്പൊ ഒരു ഭാഗം മാത്രമായിട്ടേ ഉള്ളൂ. ഇനി ഏതും കൂടെ ഉണ്ട്? പ്ലസ് എ ഇൻറ്റു എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ യു വി ഡാഷ് അപ്ലൈ ചെയ്യണം, വീണ്ടും നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ അവിടെ എന്തായി? പ്ലസ് എ ഇൻറ്റു ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഓൾറെഡി നമ്മൾ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോസ് ബി എക്സ് ഇൻറ്റു ബി. ഇതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് കേട്ടോ. പ്ലസ് അഗെയിൻ ഏതാ? സൈൻ ബി എക്സ് ഇൻറ്റു ഇതെന്ത് വരും? സൈൻ ബി എക്സ് ഇൻറ്റു എ വരും, ഇൻറ്റു ഇ റേസ് ടു എ എക്സ്. നമ്മള് ഇതിനൊന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാം. y1 is equal to b into e raised to ax into cos bx plus ഇതെന്താ? e raised to ax into sin bx എന്ന് പറയുന്നത് ഇത്. ഈ ഒരു സംഭവം എന്താ? ഇതിന് ഇക്വേഷൻ 1 മാർക്ക് ചെയ്യാം. നമ്മൾ y equal to e raised to ax into sin bx ന് ഇക്വേഷൻ 1 മാർക്ക് ചെയ്യാം. ആ 1ലെ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് തന്നെയാണ് ഏത്? ഈ കിടക്കുന്നത് കണ്ടോ? ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ്, അത് തന്നെയാണ് ഇത്. അപ്പൊ ഇക്വേഷൻ 1 എന്ന് നമുക്ക് ഇതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം? എ ഇൻറ്റു വൈ എന്ന് എഴുതാം. അപ്പൊ ബ്രാക്കറ്റിൽ എഴുതാം. എവിടുന്ന കിട്ടിയെന്ന് പിന്നീട് നോക്കുമ്പോൾ ഓർമ്മ വരണം. സോ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതാം. അപ്പൊ നമുക്ക് y1 ഈക്വൽ ടു ബി ഇൻറ്റു ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് പ്ലസ് എ വൈ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ? പ്രൂവ് ദാറ്റിൽ നമുക്ക് മാക്സിമം വരുന്നത് y2 ആണ്. മാക്സിമം വരുന്ന y2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? y2 കൂടെ നമ്മൾ കാണണം. സോ y2 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ അഗെയിൻ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ നമ്മൾ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ y1 എന്താവും? y1ന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ y2 ആവും. അഗെയിൻ ഇവിടെ b ഇൻറ്റു ഇ റേസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ്. ഇവിടെ വീണ്ടും എന്തായി? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. വീണ്ടും പ്രോഡക്റ്റ് റൂൾ. ഇതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? ഇതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? ഇവിടെ ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്? സക്സസീവ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. y2 ഈക്വൽ ടു നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകും. ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? ഈ ടൈപ്പ് പ്രോബ്ലത്തിന് സക്സസീവ് ഡിഫറൻസിയേഷൻ വരുന്നത്. സോ എഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y1 ബിക്കംസ് y2. ഇവിടെ എഗെയിൻ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം.
അപ്പൊ എന്ത് വരും ഇ റേസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ് ബി എക്സിന്റെ മൈനസ് സൈൻ ബി എക്സ് ആണ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ബി എക്സ് ചെയ്യണം, ദാറ്റ് ഇസ് ബി. അപ്പോഴാണ് ആ ഭാഗം കംപ്ലീറ്റ് ആവും. പ്ലസ് കോസ് ബി എക്സ് ഇൻറ്റു ഇ റേസ് ടു എ എക്സിന്റെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്, എ ഇൻറ്റു ഇ റേസ് ടു എ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. പ്ലസ് പ്ലസ് എ ഇൻറ്റു വൈ ആണ്. സോ എ ഇൻറ്റു വൈന്റെ ഡെറിവേറ്റീവ് എന്താ? വൈന്റെ ഡെറിവേറ്റീവ് ആണ് y1. സോ പ്ലസ് എ y1. അപ്പൊ നമുക്ക് എന്താ കിട്ടി? y2 ഈക്വൽ ടു ബി ഇൻറ്റു നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ബി ഇൻറ്റു ബി, ബി സ്ക്വയർ ആവും. ഒരു മൈനസ് പുറത്തുണ്ട്. സോ മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതാണ് ഇവിടെ എഴുതിയത്. മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എവിടെ നിന്നാണ്? ഇവിടുത്തെ ബി ഇൻറ്റു ബി ഇൻറ്റു ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് പ്ലസ് ഇവിടെ എന്താ ഉള്ളത്? എ ഇൻറ്റു ഇ റേസ് ടു എ ഇൻറ്റു മാത്രമല്ല എ ഇൻറ്റു ഇവിടെ ഒരു ബിയും കൂടെ ഉണ്ട്. സോ എ ബി ഇൻറ്റു ഇ റേസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ്. ഓക്കെ, അപ്പോൾ ആ സെക്ഷന് കംപ്ലീറ്റ് ആയി. പ്ലസ് എ വൈ വൺ പ്ലസ് എ വൈ വൺ. എഗെയിൻ ഒന്നും കൂടെ നോക്കിയാൽ മനസ്സിലാവും. ഇത് നോക്കാം, ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ്. ഇതാണ് നമ്മളെ ഇക്വേഷൻ 1. ഇതാണ് നമ്മളെ ഇക്വേഷൻ 1. ഇനി ഇവിടെ നിന്ന് നോക്കിക്കേ, ഇവിടെ എ ബി മാത്രമല്ല, ഓക്കെ, ഇ റേസ് ടു ബി ഇൻറ്റു ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് നോക്കാം. നമ്മൾ ഇവിടുത്തെ y1 ഇതുണ്ട്. ഇവിടുന്ന് ഈ ഇക്വേഷൻ ഒന്ന് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യാം ഈ ഇക്വേഷന്. ഈ ഇക്വേഷൻ 2 നമ്മൾ ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. ഇക്വേഷൻ 2 എന്ന് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ബി ഇൻറ്റു ഇ റേസ് ടു കോസ് ബി എക്സിന് മാത്രം എടുക്കാൻ വേണ്ടി പോവാണ്. അത് മാത്രം ഒന്ന് എടുത്തു നോക്കുക. ബി ഇൻറ്റു ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ്. അത് ഈക്വൽ ടു എന്താ വരിക? y1, ഇപ്പുറത്ത് y1 ഉണ്ട്, ഇ പ്ലസ് എ വൈ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന y1 മൈനസ് എ വൈ. ബി ഇൻറ്റു കോസ് ബി എക്സിന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഏതാ? ഫ്രം 2 എന്ന് അതിന് ഇക്വേഷൻ നമ്പർ 2 മാർക്ക് ചെയ്യാം. ആ 2 നമ്മൾ ഇ റേസ് ടു ബി ഇൻറ്റു ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സിനെ മാത്രം, എനെ കൂട്ടുന്നില്ല, ബി ഇൻറ്റു മാത്രമാണ്. അപ്പൊ y1 മൈനസ് എ വൈ വരും. y1 മൈനസ് എ വൈ, അതിനെ നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് മാർക്ക് ചെയ്യാം. ഓൾറെഡി നമ്മൾ 3 ഇക്വേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 1 ഇക്വേഷൻ എന്ന് പറയുന്നത് y1 ഈക്വൽ ടു y ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ആയിരുന്നു. സെക്കൻഡ് ഇക്വേഷൻ ഇതാണ്. സെക്കൻഡ് ഇക്വേഷൻ എന്നാണ് നമ്മൾ തേർഡ് ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ y2 ഒന്നും കൂടെ മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. y2 ഒന്നുകൂടെ മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. സോ y2 എന്തായിരുന്നു? നമ്മള് മൈനസ് ബി സ്ക്വയർ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ്. ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് എന്താ? ഇക്വേഷൻ 1 എന്ന് നോക്കിക്കേ. ഫ്രം ഇക്വേഷൻ 1 എന്ന് ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് വൈ ആണ്. പ്ലസ് എ ഇൻറ്റു ഈ കംപ്ലീറ്റ് ബി ഇൻറ്റു ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് നോക്കുക. അത് നമ്മൾ 3 കിടക്കുന്നുണ്ട്. അതിന് പകരം നമുക്ക് എന്ത് എടുക്കാം? y1 മൈനസ് എ y1 പ്ലസ് എന്തും കൂടെ ഉണ്ട്, ഇവിടെ ഒരു എ വൈ വണ്ണും കൂടെ ഉണ്ട്, പ്ലസ് എ വൈ വൺ. അപ്പൊ കംപ്ലീറ്റ് ഇക്വേഷൻസ് മാറി, നമുക്ക് ഫങ്ഷൻസ് ഒക്കെ ഒഴിവായി കംപ്ലീറ്റ് ഒരു വൈയിലുള്ള ഇക്വേഷൻ കിട്ടി. ഇനി നോക്കാം, y2 ഈക്വൽ ടു മൈനസ് ബി സ്ക്വയർ വൈ പ്ലസ് എ വൈ വൺ മൈനസ് എ സ്ക്വയർ എ ഇൻറ്റു എ സ്ക്വയർ വൈ വൺ പ്ലസ് എ വൈ വൺ. അപ്പൊ ഇവിടെ നമുക്ക് 2 y1 ഉണ്ട്, ഒരെണ്ണതും. സോ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ബി സ്ക്വയർ വൈ പ്ലസ് 2 മൈനസ് എ സ്ക്വയർ വൈ വണ്ണും കൂടെ ഇവിടെ എഴുതാം. മൈനസ് എ സ്ക്വയർ വൈ വൺ ഓക്കെ, ഇത് y1 അല്ല, ഇത് y ആണ്. സോ മൈനസ് എ സ്ക്വയർ വൈ പ്ലസ് എ 2a1 ay1 plus ay1 2ay1 ay1 plus ay1 a. സോ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, മൈനസ് y2 എന്ന് പറയുന്നത് മൈനസ് ബി സ്ക്വയർ വൈ പ്ലസ് എ ഇൻറ്റു ഇവിടെ എത്തത് y1 മൈനസ് എ വൈ പ്ലസ് എ വൈ വൺ.
നമ്മളത് എയിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന ay1 മൈനസ് a സ്ക്വയർ y. അപ്പൊ 2ay1 ഉണ്ട്, ആഡ് ചെയ്താൽ 2ay1 വരും മൈനസ്. ഇനി ഇവിടുന്ന് എന്താ ചെയ്യാം, ഈ മൈനസിനെ അങ്ങ് ഔട്ട് സൈഡ് എടുക്കാം, മൈനസിനെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്ത് വരും, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വൈ. വൈനെയും കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താല് മൈനസ് ഔട്ട് സൈഡ് എടുത്ത് പ്ലസ് 2ay1. ഇവിടെ y2 ഈക്വൽ ടു ഉണ്ട്. സോ ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിനെയും കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, കംപ്ലീറ്റ് ടേമിനെ ഒരു സൈഡിൽ കൊണ്ടുവരാം. y2 ഇവിടുത്തെ മൈനസ് ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. പ്ലസ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വൈ പ്ലസ് 2ay1 ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് 2ay1 ഈക്വൽ ടു 0. സോ നമുക്കൊന്ന് ഓർഡർ ചെയ്ത് എഴുതിയാൽ y2 മൈനസ് 2ay1 plus a square plus b square into y equal to 0. ഇതാണ് നമ്മൾ പ്രൂവ് ദാറ്റ്. നോക്കിക്കേ, സെയിം ആണ് നമ്മൾ പ്രൂവ് ദാറ്റ്. ഓക്കെ, y2 മൈനസ് 2ay1 പ്ലസ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വൈ. ഒന്നിനാണ് മൊത്തത്തിലൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. ക്വസ്റ്റ്യൻ ആദ്യം നോക്കുക, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. വി സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് y ഈക്വൽ ടു e റേസ് ടു ax സൈൻ bx. അപ്പൊ പ്രൂവ് ദാറ്റിൽ നമ്മൾ നോക്കുക ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാ ഉള്ളത്. അപ്പൊ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് y2 ആണുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും തന്നിരിക്കുന്ന y-നെ 2 പ്രാവശ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ y ചെയ്യുന്നു, y-ൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഒരു 2 ടേമുള്ള വലിയൊരു ഇക്വേഷൻ കിട്ടും. പക്ഷെ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനാണെങ്കിൽ ഭയങ്കര ലെങ്തി ആയിരിക്കും, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ലാസ്റ്റ് കുറേ സൈൻ എക്സും കുറേ കോസ് എക്സും ഒക്കെ കൂടെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ഏത് ഫോമിലേക്ക് ആക്കി, y1 e റേസ് ടു ax bx-നെ y ഒക്കെ മാറ്റിയിട്ട് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് എഴുതി ഇക്വേഷൻ 1 ആക്കിയിട്ട് അതിന് ഇക്വേഷൻ 1 മാർക്ക് ചെയ്യും. പിന്നെ നമ്മൾ അതിനൊന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എളുപ്പമായി, കാരണം അതിൽ y ഉള്ളത്, അതിനെ ഡയറക്റ്റ് y1 എഴുതാൻ മതി, അല്ല നമ്മൾ വീണ്ടും പ്രോഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഇക്വേഷൻ 1 നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പോവാം, ഒന്നുകൂടെ നമ്മൾ പിന്നെ ഒന്നുകൂടെ y1 കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ 2 സൈഡും ഡെറിവേറ്റീവ് ചെയ്യാം, y2 ചെയ്യാം. y2നും പറ്റാവുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ, y-ക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷനോ y1-നുള്ള സബ്സ്റ്റിറ്റ്യൂഷനോ കൊടുത്ത് ഒന്നും കൂടെ ചെറുതാക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പ്രോബ്ലം ചെയ്യാം, കുറച്ചും കൂടെ എളുപ്പം. എന്നിട്ട് പിന്നെ നമ്മൾ ഇക്വേഷൻ 2 മാർക്ക് ചെയ്യുന്ന അതിൽ നിന്ന് ബി കോസ് ബി എക്സിന്റെ മാത്രമുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നു. അതാണ് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത്. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തായി, നമ്മളെ പ്രൂഫിലെത്തി, അവിടെ തന്നെ നമ്മൾ പ്രൂഫിലെത്തി. പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാനും കോമൺ ടേംസിന് ഔട്ട് സൈഡ് എടുക്കാനും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ നമ്മൾ പ്രൂഫ് കംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പം താങ്ക് യു.